Hello guys, welcome to Pepp. So today I'm here with a new video, solid state. അപ്പം hope you're all doing great. എല്ലാവരും സുഖല്ലേ? അപ്പം എല്ലാവരും എന്താണ് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പം മെയിൻലി നമ്മൾ എന്താണ് നോക്കണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ആണ്. അതായത് +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സോളിഡ് സ്റ്റേറ്റ്. അപ്പം നമ്മൾ ക്ലാസ് ജോയിൻ ചെയ്ത പാടെ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ചാപ്റ്റർ ആയിരിക്കും സോളിഡ് സ്റ്റേറ്റ്. സോ മെയിൻലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ആ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതൊക്കെ നമ്മൾ തന്നെ ഒരു നോട്ട് പോലെ, അതായത് അതർ ദാൻ ദ ടീച്ചേഴ്സ് ഗിവിങ് ദിയർ ലെക്ചേർഡ് നോട്ട്സ്, അതല്ലാതെ നമ്മൾ തന്നെ ലൈക്ക് വാട്ട് ഡിഡ് വി അണ്ടർസ്റ്റാൻഡ്, ലൈക്ക് എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, എൻട്രൻസ് ഓറിയൻറ്റഡ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് ഫോർ ദാറ്റ് ഒരു ചെറിയ കീപാഡ് ബുക്സ് അങ്ങനെയൊക്കെ വാങ്ങിച്ച് വെച്ച് നിങ്ങൾ അങ്ങനെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി സിമ്പിൾ ഫോർ യു അറ്റ് ദി എൻഡ്. അതായത് എക്സാമിൻ്റെ സമയമാകുമ്പം യു ജസ്റ്റ് ഹാവ് ടു ഗോ ത്രൂ ദിസ് പോയിൻറ്റ്സ്. അതായത് ഇതിലൂടെ പോയി തന്നെ നിങ്ങൾക്ക് എന്താണ് ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണല്ലോ, സോ നിങ്ങൾക്ക് കൂടുതൽ ഇനി വന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ ഈ ടോപ്പിക് ഈ ചാപ്റ്ററിൽ ഈ ഭാഗത്താണെന്ന് യു clearly will have that clear cut idea that where is it located, ആ ചാപ്റ്റർ ഏത് പേജിലാണ് ഒക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. സോ എന്താണ് നമ്മൾ അങ്ങനെ എല്ലാ ചാപ്റ്ററും നമ്മൾ ഫസ്റ്റ് ടീച്ചേഴ്സ് ഒന്ന് പഠിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്ക് എ നോട്ട്. അതായത് എന്താണ് ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ഇവർ ഇതിൽ മെയിനായിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, മെയിൻലി ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം ഏതൊക്കെയാണ്, ഇതൊക്കെ മെയിൻലി എന്താണ് നോട്ട് ചെയ്ത് വെക്കൽ എപ്പോഴും നല്ലതാണ്. അതല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ സ്റ്റുഡൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. റാദർ ദാൻ അണ്ടർലൈൻ ചെയ്യാം, അതർ ദാൻ ദാറ്റ് ലൈക്ക് യു ക്യാൻ ജസ്റ്റ് മേക്ക് പോയിൻറ്റ്സ്. അതായത് വലിയ പോയിൻറ്റ്സ് ആക്കണ്ട, ജസ്റ്റ് മേക്ക് എ സ്മോൾ അതായത് ചെറിയ സ്റ്റിക്കി നോട്ടിലായാലും മേക്ക് സ്മോൾ പോയിൻറ്റ്സ്. അതായത് ഒരു ചാപ്റ്റർ ഒരു സ്റ്റിക്കി നോട്ടിൽ നിങ്ങൾക്ക് കൊള്ളുന്നത്ര പോയിൻറ്റ്സ് എഴുതി വെച്ചാൽ അത് അത്രക്കും നല്ലതായിരിക്കും. അത് എൻഡ് ഓഫ് ദ ഇയർ, അതായത് നിങ്ങൾ മൊത്തത്തിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇറ്റ് വിൽ ബി വെരി ഈസി. ഏതെങ്കിലും ഇനി സെഷൻസ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന ആളാണെങ്കിൽ ബീറ്റ് നീറ്റ് ബീറ്റ് CUT ഏത് എഴുതാൻ പോവുകയാണെങ്കിലും ആ ഒരു സമയത്തും ദിസ് ഓൾ തിങ്സ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. സോ നമുക്ക് തുടങ്ങിയാലോ. സോ സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയും. സോ മെയിൻലി സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സോളിഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് നമ്മൾക്ക് കാണാൻ പറ്റുന്ന, അതായത് ഒരു ഡെഫിനിറ്റ് ഷേപ്പും സൈസും ഒക്കെ ഉള്ള ഒരു സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുക, സോളിഡ് എന്ന് പറയുക. അപ്പം വാട്ട് ആർ ആക്ച്വലി സോളിഡ്സിന് എന്താണ് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. അതായത് അവരൊരു നമുക്ക് ശരിക്കും കാണാൻ പറ്റും, അവർക്കൊരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, അവർക്ക് ഡെഫിനിറ്റ് എന്താണ് ഷേപ്പ് ഉണ്ട്. അതായത് ഒരു ഷേപ്പ്, കൃത്യമായിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിന് സോളിഡ്സ് എന്ന് പറയാം. പിന്നെന്താണ് അവർക്ക് മാസ് ഉണ്ട്, അതായത് ഒരു കൈൻഡ് ഓഫ് വെയിറ്റ് അവർക്ക് ഉണ്ടാവും. എത്ര ചെറിയ വെയിറ്റ് ആണെങ്കിലും ഒരു ഡെഫിനിറ്റ് ഷേപ്പും സൈസും ഉള്ള ഒരു സാധനത്തിന് നമ്മൾ സോളിഡ് എന്ന് പറയുമ്പം അതിന് ഗ്രാംസിലാണെങ്കിലും മില്ലിഗ്രാംസിലും ആണെങ്കിലും എന്താണ് വെയിറ്റ് ഉണ്ടാവും. ദേ വിൽ ഹാവ് എ മാസ്. ആൻഡ് പിന്നെ അവരുടെ പാർട്ടിക്കിൾസ്, അതായത് സോളിഡ്സിൻ്റെ ഉള്ളിലുള്ള ആറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് ഭയങ്കര ഷോർട്ടായിരിക്കും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ പാർട്ടിക്കിൾസ് വിൽ ബി വെരി ഷോർട്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് അവരെ സോളിഡ്സ്, അതുകൊണ്ടാണ് അവർ സോളിഡ്സായി മാറിയത്. ആൻഡ് അവർക്ക് ഈ പാർട്ടിക്കിൾസ് ഭയങ്കര, അതിൻ്റെ ഡിസ്റ്റൻസ് അതായത് ഇങ്ങനെ ആയിരിക്കും പാർട്ടിക്കിൾസ് ഉണ്ടാവുക. അപ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് എന്താണ് ഭയങ്കര ഷോർട്ടായത് കാരണം എന്താണ് അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ അവർക്ക് എന്താണ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ദേ വിൽ ഹാവ് എ സ്ട്രോങ് ഇൻട്രാക്ഷൻ. അതായത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിക്കാനൊന്നും പറ്റില്ല. ദേ വിൽ ഹാവ് എ സ്ട്രോങ് ഇൻട്രാക്ഷൻ. വൈ? ബിക്കോസ് ടെൽ മീ അത് അവർക്ക് എന്താണ് അവരുടെ ഡിസ്റ്റൻസ് ഭയങ്കര ഷോർട്ടാണ്. ഈ ഡിസ്റ്റൻസ് ഷോർട്ടായും ഈ സ്ട്രോങ് ഇൻട്രാക്ഷൻ ബോണ്ട് ഉള്ളതും ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് സൈസും ഒരു മാസും ഉള്ള ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുക, സോളിഡ്സ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ്സ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരുന്നില്ല. ഇപ്പം നമ്മൾ ചുറ്റും കാണുന്നത് കുറേ സോളിഡ്സ് കാണുന്നുണ്ട്. സോ ഓൾ ദീസ് ആർ കമ്മിങ് ടു അവർ മൈൻഡ്. മെയിൻലി പഠിക്കുന്ന സമയത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കമ്പയർ ചെയ്ത് പഠിക്കുക. അതായത് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ റാദർ ദാൻ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഈ പോയിന്റ് ഇങ്ങനെയാണ്, അത് ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടി മനസ്സിലാക്കി പഠിക്കുക. അല്ലെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് അത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്നതിലായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. സോ ദാറ്റ് നിങ്ങളത് ഒരിക്കലും മറക്കൂല. കാരണം ഒരു സാധനം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പോകുന്നത് എന്തിനാണ്, നമ്മൾ എക്സാമിന് എഴുതാൻ മാത്രം വേണ്ടിയിട്ടാണ്. എക്സാമിന് പോകേണ്ടിയിട്ട് അതെന്താക്കും, വി വോമിറ്റ് ഓൺ ദ പേപ്പർ, ലൈക്ക് വി വോമിറ്റ് ഓൾ ദോസ് തിങ്സ് വോട്ട് വി ബൈ ഹാർട്ടഡ്. സോ റാദർ ദാൻ ഡൂയിങ് ദാറ്റ്, അത് നമ്മൾ ആ എക്സാം കഴിഞ്ഞു തുടങ്ങി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയോടും കൂടി എന്താണ് അത് മറന്നു. സോ റാദർ ദാൻ ഡൂയിങ് ദാറ്റ് ഒന്നും കൂടെ റിയൽ ലൈഫ് സിറ്റുവേഷനിലെങ്കിൽ അതിലെങ്ങനെ എൻ്റെ ലൈഫിൽ ആപ്ലിക്കബിൾ ആവുമെന്ന് ചിന്തിക്കുക. പൊതുവേ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് ഇതൊക്കെ
+2 സ്റ്റുഡൻസ് എസ്പെഷ്യലി ചോദിക്കും ഈ ചാപ്റ്റർ പഠിച്ചിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ മാത്സിലാണെങ്കിൽ ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ട് എന്താ കാര്യം, ഡിഫറൻസിയേഷൻ പഠിച്ചിട്ട് എങ്ങനെ കാര്യം. സോ അതെന്താ കാര്യം എന്നുള്ളത് you yourself think about it, research about it. അത് അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. That's how you make it interesting. Otherwise it will be a boring same strategy every day. രാവിലെ എണീക്കുന്നു, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു. rather than that ഒന്നും കൂടി നിങ്ങൾ തന്നെ ലൈക്ക് ഹൗ ടു സ്റ്റഡി എന്നുള്ളൊരു ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ് ഫോർ യു ഓൾസോ. അങ്ങനെയാണ് നമുക്ക് പഠിക്കാനും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് വരും. സോ നൗ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്സ്. സോളിഡ്സിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത്. എന്താണ്? അതായത് ദർ ആർ ദ ബേസിക് ക്യാരക്ടേഴ്സ്. ദേ വിൽ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ദേ വിൽ ഹാവ് എ ഡെഫിനിറ്റ് സൈസ്, ദേ വിൽ ഹാവ് എ വോളിയൂം ആൻഡ് ദേ വിൽ ഹാവ് എ മാസ്. ഓൾ ദോസ് തിങ്സ് നമ്മൾ പറഞ്ഞു. ഇനി അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്സ് ആർ ദേ വിൽ ഹാവ് എ ഡെഫിനിറ്റ് മാസ്, ദേ വിൽ ഹാവ് എ വോളിയൂം ആൻഡ് ദേ വിൽ ഹാവ് എ ഷേപ്പ്. ഒബ്വിയസ്ലി സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഷേപ്പ് ഇല്ലാത്തൊരു സാധനം നമ്മൾ സോളിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക, ലിക്വിഡ് എന്ന് പറയും. അതായത് ഒരു സാധനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ, ഫോർ എക്സാമ്പിൾ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിലിൻ്റെ ഷേപ്പാണ് എന്ത്, ആ വെള്ളത്തിന് ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മളെന്ന് പറയുക ലിക്വിഡ് എന്ന് പറയാം. സോ ഒബ്വിയസ്ലി ഷേപ്പുള്ള സാധനത്തിനെയാണ് നമ്മളെന്ന് പറയുക സോളിഡ്സ് എന്ന് പറയാം. പിന്നെന്താണ്, അവരുടെ ബോണ്ട്, അതായത് അവരുടെ പാർട്ടിക്കിൾസ്, ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് വിൽ ബി വെരി വെരി സ്ട്രോങ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വൺ പാർട്ടിക്കിൾ ടു ദ അതർ പാർട്ടിക്കിൾ വിൽ ബി വെരി ഷോർട്ട്. സോ ദ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് വെരി ഷോർട്ട്. പിന്നെ ദർ ഇൻ്റർമോളിക്കുലർ, അവർ ഡിസ്റ്റൻസ് ഭയങ്കര ഷോർട്ടായത് കാരണം അവരുടെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സും ഇങ്ങനെയായിരിക്കും. ഇറ്റ് വിൽ ബി വെരി സ്ട്രോങ്, യു കാൺ ബ്രേക്ക് ഇറ്റ് ഈസിലി. പിന്നെ ദിയർ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഹാസ് ഫിക്സ്ഡ് പൊസിഷൻ ആൻഡ് ക്യാൻ ഓസിലേറ്റ് അബൌട്ട് ദിയർ മീൻ പൊസിഷൻ. അതായത് അവരുടെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയൺസ് എന്താണ്, ഫിക്സ്ഡ് പൊസിഷനിലായിരിക്കും. അതായത് ദേ വിൽ ബി നോട്ട് സ്കാറ്റേർഡ് ഹിയർ ആൻഡ് ദേ വിൽ ഹാവ് എ ഫിക്സ്ഡ് പൊസിഷൻ. ഒരു ആറ്റം ഇവിടെയാണ്, ദ നെക്സ്റ്റ് ആറ്റം വിൽ ബി ഹിയർ, നെക്സ്റ്റ് ആറ്റം വിൽ ബി ഹിയർ. സോ ഇറ്റ് ഹാവ് എ ഷേപ്പ് ഓർ ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് പൊസിഷൻ. ആ ഫിക്സ്ഡ് പൊസിഷൻ ഉള്ളത് കാരണമാണ് their distance is very short and their intermolecular force is very strong and their shape is a solid. And they are incompressible and they are rigid. അവരെ നമ്മൾ കംപ്രസ് ചെയ്യാനൊന്നും പറ്റൂല. they are incompressible. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഒരു മാസമുള്ള ഒരു സോളിഡ് നമുക്ക് ഇങ്ങനെ ഇതാക്കാൻ പറ്റുമോ? we can't compress it. It is incompressible. Now there are types of solids. There are amorphous solid and there is crystalline solid. അപ്പോൾ ഈ amorphous solid അല്ലെങ്കിൽ crystalline solid എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലൈക്ക് ആ പേര് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? amorphous or crystalline. അപ്പം എന്താണ്, അതായത് ഈ ഓരോ സോളിൻ്റെയും നേച്ചർ, അവരുടെ നേച്ചർ എന്താണെന്നുള്ള അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അവരുടെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തരത്തിലാണ് നമ്മൾ എന്ത് ക്ലാസിഫൈ ചെയ്യുക, അമോർഫസ് സോളിഡ് എന്നും ക്രിസ്റ്റലീൻ സോളിഡ് എന്നും ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് അമോർഫസ് സോളിഡ്സ്? ഒന്ന് ആ പേര് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അമോർഫസ് സോളിഡ് എന്ന് പറയുമ്പം ഓക്കെ, അമോർഫസ് സോളിഡ് എന്ന് പറയുമ്പം ദർ ആർ സൂപ്പർ കൂൾ ലിക്വിഡ് അറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കിൾസ് എന്താണ്, ഷോർട്ട് റേഞ്ച് ഓർഡറിലായിരിക്കും ഉണ്ടാവുക. അവർക്ക് മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാവില്ല, അവർക്ക് ഐസോട്രോപ്പിക് നേച്ചർ ആയിരിക്കും. അതായത് അവർക്ക് ഒരു സൂപ്പർ കൂൾ അറേഞ്ച്മെൻറ്റിലാണ് ഉണ്ടാവുക. ഇറ്റ് വിൽ ബി നോട്ട് അറേഞ്ച് ആസ് ക്രിസ്റ്റലൈൻ സോളിഡ്, അതായത് നേരെ ഇങ്ങനെ അത്രക്കും അടുത്തായിട്ടല്ല അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സൂപ്പർ കൂൾ ലിക്വിഡ് നേച്ചറിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ പാർട്ടിക്കിൾസ് എന്താണ്, ഷോർട്ട് റേഞ്ച് ഓർഡറിലുമാണ്. അങ്ങനത്തെ സോളിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, അമോർഫസ് സോളിഡ് എന്ന് പറയാം. വേറെ ക്രിസ്റ്റലീൻ സോളിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്രിസ്റ്റലീൻ എന്ന് പറയുമ്പം or crystal എന്ന് പറയുമ്പം they have a shape, they have a definite very arrangement of particles will be in long range order and they are anisotropic nature and they have a sharp melting point. Okay, so crystalline solid have a characteristic, they have a very definite characteristic shape and their particles are arranged in long range orders and they are anisotropic in nature and they have a sharp melting point. Those are called crystalline solid. അപ്പം അതാണ് amorphous solid and crystalline solid. Okay, this is very important for your +2 exam. They ask you for 3 marks. What is the difference between amorphous solid? What is the difference between amorphous and crystalline solid? So these are important. Okay, next one. ഓക്കെ ഇനി സോളിഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഇത് പറയാം. അതായത് സോളിഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു അമോർഫസ് സോളിഡ് ആൻഡ് ക്രിസ്റ്റലീൻ സോളിഡ്. അതായത് അവർക്ക് രണ്ട് ടൈപ്സ് ഓഫ് സോളിഡ്സ് ഉണ്ട്. എന്ത് ബേസിസിലാണ് 2 ടൈപ്സ് ഓഫ് സോളിഡ്സ് ഉള്ളത്?
നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ബേസിസിലാണ്? യെസ്, അവരുടെ പാർട്ടിക്കിൾസ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവരുടെ നേച്ചറിൻ്റെ ബേസിസിലാണ് 2 ടൈപ്സ് ഓഫ് സോളിഡ്സ് ഉള്ളത് പറഞ്ഞത്. ദാറ്റ് ഈസ് അമോർഫസ് ആൻഡ് ക്രിസ്റ്റലീൻ സോളിഡ്സ്. ഈ ക്രിസ്റ്റലീൻ സോളിഡ്സിന് തന്നെ 4 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നത് കോവാലൻറ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്, പിന്നെ മെറ്റാലിക് സോളിഡ്സ്, പിന്നെ അയോണിക് സോളിഡ്, പിന്നെ മോളിക്കുലാർ സോളിഡ് ആൻഡ് മോളിക്കുലാർ സോളിഡ്. ഈ കോവാലൻറ്റ് സോളിഡ്സിനെയാണ് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? 2 ഡയമെൻഷണൽ സോളിഡ്സ്, 3 ഡയമെൻഷണൽ സോളിഡ്. ആൻഡ് മോളിക്കുലാർ സോളിഡ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത്? പോളാർ സോളിഡ്സ്, നോൺ പോളാർ സോളിഡ്സ്, ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സ്. ഇത് ഈ ഫ്ലോ ചാർട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാച്ചാൽ മതി. യു ഡോണ്ട് ഹാവ് ടു ലേൺ അബൌട്ട് സോ മച്ച് അബൌട്ട് ഇറ്റ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോ സോളിഡ്സിനെ കുറിച്ച് പഠിക്കാനും ചാപ്റ്ററിൽ ഇല്ല. I just made this flow chart just to make you understand like these are the types of solid. ഇത്ര definite different types വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തൊരു ഫ്ലോ ചാർട്ട്. just make an understanding of it. That's it. Okay. So next one ആണ് crystal lattices and unit cell. എന്താണ് യൂണിറ്റ് സെൽ? യൂണിറ്റ് സെല്ല് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട്. ഫിസിക്സിൽ യൂണിറ്റ് സെൽ എന്താ? ഓക്കെ, physics unit cell is a different thing. What is the unit cell in chemistry? What will be the unit cell in chemistry? Okay, അതായത് ക്രിസ്റ്റൽ ലാറ്റിസ് സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് യൂണിറ്റ് സെൽ. അതായത് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ക്രിസ്റ്റൽ. അതായത് നമ്മൾ ഒരു ക്രിസ്റ്റൽ ഉണ്ടാകുമ്പം അതിൽ കുറേ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് വിൽ ഹാവ് എ ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ്ന. ആൻഡ് ഈ ക്യാരക്ടറിസ്റ്റിക് ഷേപ്പിനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഉണ്ടാവും. ആ ഈ റിപ്പീറ്റഡ് അതായത് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിരിക്കും, ഇതൊരു ബ്ലോക്കായിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് അതിലുള്ള ഒരു സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിറ്റ് സെൽ എന്ന് പറയാം. ഓക്കെ, നൗ ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ല് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുണ്ട്. അതായത് ലാറ്റിസ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ റിപ്പീറ്റിംഗ് എ സ്മോൾ പോർഷൻ കോൾഡ് യൂണിറ്റ് സെൽ. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് യൂണിറ്റ് സെൽ. എന്തൊക്കെയാണ്? പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ, body centered cubic unit cell, and face centered cubic unit cell. Very important. What are the 3 different types of unit cell? What is it? Primitive unit cubic cell, body centered unit cubic cell, and face centered cubic unit cell. Appam idile oro namukku detail aayittu padikkanundi. I will show you the pictures so you get a more idea of it. Endana primitive unit, endana face centered, endana body centered. Okay. So adinu munne crystal lattice endananu parayam. A crystal, adayathu oru crystal structure endondu undakikkunathu atoms ondana undakikkunathu, and crystal lattice endondu undakkunathu, it's made up of points. That points, different points undavum. Ee points okku koodi cheyittana endana crystal lattice ennu paraya. And a crystal system is a set of axes. The structure is ordered array of atoms, ions, and molecules. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ അതൊരു the next words പറയുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ആയിരിക്കും. അവർക്ക് ഓർഡേർഡ് അറേ ഓഫ് ആറ്റംസ് ഉണ്ടാവും. ആറ്റംസ് ഒക്കെ ഓർഡേർഡ് അറേയിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അയോൺസ് ഒക്കെ ഓർഡേർഡ് അറേയിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒക്കെ എന്താണ് ഓർഡേർഡ് അറേയിലും ഉണ്ടാവുക. ആൻഡ് ദീസ് ആർ കോൾഡ് വാട്ട്? ക്രിസ്റ്റൽ ലാറ്റിസ്. ഓക്കെ. നൗ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്? അതായത് ക്രിസ്റ്റൽ ലാറ്റിസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞത്? ക്രിസ്റ്റൽസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? What is crystals made up of? Yes, crystals are made up of atoms. അപ്പോൾ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോയിൻറ്റ്സ്. ഓരോ പോയിൻറ്റ്സ് കൂടി ചേർത്തിട്ടാണ് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്നത്. അപ്പം ഈച്ച് പോയിൻ്റ്, അതായത് ലാറ്റിസിലുള്ള ഓരോ പോയിൻറ്റിനെയും നമ്മൾ എന്ത് പറയും? ലാറ്റിസ് പോയിൻ്റ് എന്ന് പറയും. ഓക്കെ. അതായത് ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ഓരോ പോയിൻറ്റിനെ നമ്മൾ അതായത് ഓരോ പോയിൻറ്റിനെ നമ്മൾ എന്താ പറയുക? lattice point എന്ന് പറയും. And each point in crystal lattice represent one constituent particle which may be an atom, molecule or an ion. അപ്പം ഓരോ പോയിന്റ് ഉണ്ടാവും. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ ഓരോ പോയിന്റ് ഉണ്ടാവും. ഈ ഓരോ പോയിന്റ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യും? അതിലുള്ള പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യും. ആ പാർട്ടിക്കിൾ ഒന്നെങ്കിൽ എന്താവാം? ആറ്റം ആയിരിക്കാം, അല്ലെങ്കിൽ എന്താവാം? മോളിക്യൂൾ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താവാം? നിങ്ങൾ പറയും എന്താവാം? അയോൺ ആയിരിക്കാം. സോ ദോസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്. പിന്നെ ഈ ലാറ്റിസ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ ലാറ്റിസ് പോയിൻറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഈ ലാറ്റിസ് പോയിൻറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് എന്താവും? സ്ട്രെയിറ്റ് ലൈൻ ആവും. ഈ സ്ട്രെയിറ്റ് ലൈൻ ആവുമ്പം എന്തിനാണ് നമ്മൾ പറയുക? ജോമെട്രി ഓഫ് ലാറ്റിസ് എന്ന് പറയും.
Okay, ഇത് പോയിന്റ്സ് കൂടി ചേർന്നിട്ടുണ്ടാവും. We make it as a straight lines to bring out the geometry of lattice. So these are the characteristics of crystal lattice. You don't have to study detail about what is crystal lattice. ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, സോ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമ്മൾ 3 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണുള്ളത്. ഒന്ന് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ആൻഡ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പോൾ എന്താണ് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ? പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്താണ്? ഇറ്റ് ഹാസ് ഓൺലി 1 ആറ്റം ഇറ്റ്സ് കോർണർ. അതായത് അതിൻ്റെ കോർണറിൽ ഒറ്റ ആറ്റമേ ഉള്ളൂ. അതിനെയാണ് നമ്മളെന്ത് പറയുക? പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയാം. ആൻഡ് ഈച്ച് ആറ്റം, അതായത് കോർണറിൽ ഒറ്റ ആറ്റമേ ഉള്ളൂ എന്ന് പറയാം. ആൻഡ് ഈച്ച് ആറ്റം അറ്റ് എ കോർണർ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ 8 adjacent unit cell and 4 unit cell in the same layer and 4 units in the upper and lower layer. അതായത് അവരുടെ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. യെസ്, സോ ദിസ് ഈസ് എ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ ഓർ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ. അതായത് അവരുടെ ഓരോ കോർണറിലും ഓരോ യൂണിറ്റ് സെൽ ഉണ്ടാവും. ദാറ്റ് മീൻസ് അവിടെ എത്ര ഉണ്ടാവും? 8 യൂണിറ്റ് സെൽസ് ഉണ്ടാവും. ആൻഡ് ദേ വിൽ ഹാവ് ഈ 8 യൂണിറ്റ് സെൽസ് കൂടി ചേർന്നിട്ടാണ് എന്ത് പറയുക? സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയാം. Okay, next one is body centered cubic unit cell. What is body centered cubic unit cell? A body centered cubic unit cell has 1 atom at each of its corner. Simple cubic unit cell പോലെ തന്നെ simple cubic unit cellന്റെ കോർണറിൽ എന്താണ്? ഓരോ കോർണറിലും ഓരോ ആറ്റംസ് അല്ലെങ്കിൽ ഓരോ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ ബോഡി സെൻറ്റേർഡ് യൂണിക് സെല്ലിൽ വരുമ്പോൾ അതിൻ്റെ കോർണറിലും ഓരോ ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹാസ് എ 1 ആറ്റം ഇൻ ഇറ്റ്സ് ബോഡി സെൻറ്റർ. അതുകൊണ്ടാണ് അവരെ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. സിമ്പിൾ ക്യൂബിക്കിൽ നിന്ന് ആകെ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. എന്താണ്? അവരുടെ ബോഡി സെൻറ്ററിലും എന്താണ്? ഒരു ആറ്റം ഉണ്ടാവും. So this is a picture, like it will be in this shape and each corner എന്താണ്? ഈച്ച് കോർണറിൽ ഓരോ ആറ്റംസ് ഉണ്ട്. ആൻഡ് അവരുടെ ബോഡി സെൻറ്ററിൽ എന്താണ്? ഒരു ആറ്റം ഉണ്ട്. സോ നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് സെൽ, എനിക്ക് ഇത്ര യൂണിറ്റ് സെൽ ഉണ്ട്, നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സോ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ BCC സെൽ. BCC മീൻസ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. അതായത് 8 കോർണേഴ്സ് ആണുള്ളത്. അപ്പോൾ 8 കോർണേഴ്സ് ഇൻറ്റു 1/8 പെർ ആറ്റം. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇവർക്ക് 8 കോർണേഴ്സ് ആണുള്ളത്. 1 2 3 4 5 6 7 and 8. 8 കോർണേഴ്സ് ഉണ്ട്. 8 കോർണേഴ്സിൽ പറയുമ്പം 8 ഇൻറ്റു ആൻഡ് ഓരോ കോർണറിലും എന്താണ്? ഒരു ആറ്റമാണുള്ളതെന്ന് പറഞ്ഞു. അപ്പം 1/8. അപ്പോൾ എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആറ്റമാണ് ഉണ്ടാവുക. അപ്പോൾ അവരുടെ എത്രയിൽ ഒരു ആറ്റം ഉണ്ട്. ഇനി എന്താണ്? അവർക്ക് ഒരു ബോഡി സെൻറ്ററും കൂടി ഉണ്ട്. ഒരു ആറ്റം ബോഡി സെൻറ്ററിലും കൂടി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം ദാറ്റ് ഈസ് കോൾഡ് 1 × 1 വിച്ച് ഈസ് ഈക്വൽ ടു 1 ആറ്റം. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ആറ്റംസ് പ്രസൻറ്റ് ഇൻ യൂണിറ്റ് സെൽ ഈസ് 2 ആറ്റംസ്. ഒന്നെന്താണ്? ഒന്ന് എവിടെ ഉള്ളതാ? അവരുടെ ബോഡി സെൻറ്ററിൽ. ഈ 8 കോർണറിലും ഉള്ളതും കൂടി എന്താണ്? 1 ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ബിക്കോസ് എന്താണ്? 8 × 1/8 ഈസ് ഈക്വൽ ടു 1. സോ ദാറ്റ്സ് ഹൗ യു കാൽക്കുലേറ്റ് BCC ഓർ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഇനി അടുത്തതാണ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പം അവരുടെ എല്ലാ കോർണറിലും that contains atoms at all the corner and at the center of the all faces of the cube. അതായത് അവിടെ എല്ലാ കോർണറിലും ഓരോ ആറ്റം ഉണ്ടാവും. പിന്നെ അവരുടെ എല്ലാ ഫേസിലും എന്താണ്? ഒരു ആറ്റം ഉണ്ടാവും. ആൻഡ് ദ ആറ്റം പ്രസൻറ്റ് അറ്റ് ദ ഫേസ് സെൻറ്റർ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ 2 adjacent യൂണിറ്റ് സെൽസ്. 2 യൂണിറ്റ് സെല്ലിൻ്റെയും ഫേസ് എന്താണ്? ഷെയർഡാണ്. അവരുടെ അഡ്ജസൻറ്റ് സൈഡ്സ് ഷെയർഡാണ്. ആൻഡ് ഓൺലി 1/2 ഓഫ് ഈച്ച് ആറ്റംസ് ബിലോങ് ടു ആൻ ഇൻഡിവിജ്വൽ സെൽ. ഇത് തിയറി പഠിക്കുന്നതിനെക്കാട്ടും ഐ വിൽ ടെൽ യു മോർ എക്സ്പ്ലെയിൻലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അപ്പം ഇതാണ് ഡയഗ്രാം. അപ്പോൾ ഇവർക്ക് എന്താണ്? 1 2 3 4 5 6 7 8. അതിനെന്താണ്? 8 കോർണേഴ്സ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 8 കോർണേഴ്സ്. പിന്നെന്താ പറഞ്ഞാൽ അവർക്ക് ഫേസസിലും ഓരോ ആറ്റംസ് ഉണ്ട്. അപ്പോൾ എന്താണ്? 18 പെർ കോർണർ ആറ്റം. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 × 18. ഓക്കെ, ഇനി അവർക്ക് 6 ഫേസ് സെൻറ്റേർഡ് ആറ്റംസ് ഉണ്ട്.
6 അതായത് 1 2 3 4 5 6 അപ്പോൾ 6 ഫേസ് ആറ്റംസ്. ഇനി എത്ര സൈഡ്സ് ഉണ്ടാവും? 6 ഫേസ് ആറ്റം 2 adjacent സൈഡ്സ് ആയിട്ടാണ് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ എത്ര ഫേസസ് ഉണ്ടാവും? 12 ഫേസസ് ഉണ്ടാവും. ഓക്കെ, സോ ഇൻറ്റു 12. ഓക്കെ, ഇനി അപ്പോൾ ടോട്ടൽ എത്രയായി? ടോട്ടൽ യു ഗെറ്റ് 4 ആറ്റംസ്. ആൻഡ് ഫേസ് സെൻറ്റർഡ് ക്യൂബിക് സെൽസിൽ യു ഹാവ് 8 into 1 by 8 that is equal to 1 atom, and 6 into 1 by 2 which is equal to 3 atoms. So എത്രയായി? ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് സെൽ എന്താണ്? 4 atoms. That's how you get 4 atoms. സോ എല്ലാവർക്കും മനസ്സിലായോ? സോ മക്കളെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതായത് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഇത് തിയറി പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇത് ചെയ്ത് തന്നെ മനസ്സിലാക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. അവരുടെ എന്താണ് നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ സിമ്പിൾ, അതായത് അവരുടെ കോർണേഴ്സിൽ 8 മാത്രമേ ഉള്ളൂ. പിന്നെ ബോഡി സെൻറ്റേർഡ് പറയുമ്പോൾ കോർണേഴ്സിൽ 8ഉം ഫേസിലൊന്നും, ബോഡിയിൽ ഒന്നും. ഫേസിൽ എന്ന് പറയുമ്പോൾ ഫേസ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ കോർണറിൽ 8 എണ്ണവും ഫേസിൽ, അതായത് 2 adjacent ഫേസസ് ആകുമ്പോൾ 6 ഫേസസിൽ 6 ആറ്റംസും ഉണ്ടാവുക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ക്ലോസ്ഡ് പാക്കേജ് സ്ട്രക്ചർ. വാട്ട് ഈസ് ക്ലോസ്ഡ് പാക്കേജ് സ്ട്രക്ചർ? In solids, the constituent particles are close packed, leaving the minimum vacant space. നമ്മൾ പറഞ്ഞു എന്ത്? സോളിഡ്സിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് എന്ത് പാർട്ടിക്കിൾസ് ഉള്ളത്. അതുകൊണ്ട് അവരുടെ ഇൻ്റർമോളിക്യുലാർ ഡിസ്റ്റൻസ് ഭയങ്കര ഷോർട്ടാണ്, ഇൻ്റർമോളിക്യുലാർ ഫോഴ്സ് ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ സോളിഡ്സിൽ ഇറ്റ് ഈസ് ക്ലോസ്ഡ്ലി പാക്ഡ് ആൻഡ് അവരുടെ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസ് എന്താണ്? അത്രയും മിനിമം ആയിരിക്കും. അതായത് മിനിമം വേക്കൻറ്റ് സ്പേസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പം രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവുക. ഒന്ന് ക്ലോസ്ഡ് പാക്കിംഗ് ഇൻ 1 dimension. അതായത് അവരുടെ സ്ഫിയേഴ്സ് ആർ അറേഞ്ച് ഇൻ സച്ച് എ വേ, അതായത് 1 dimension എന്ന് പറയുമ്പോൾ ഒറ്റ ലൈനിലായിരിക്കും ഉണ്ടാവുക, ജസ്റ്റ് 1 ലൈനിലായിരിക്കും ഉണ്ടാവുക. ദിസ് ഈസ് ദ ഷേപ്പ്, ദിസ് വിൽ ബി ദ ഷേപ്പ്. അതായത് അവരുടെ ഒറ്റ ലൈനിലായിരിക്കും ഉണ്ടാവുക. അഡ്ജസൻ്റ് ആയിട്ട് അത്രയും ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ഇല്ലാതെ മിനിമം വേക്കൻറ്റ് സ്പേസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് the coordination number is defined as the number of nearest neighbor particles. In the case of 1 dimension closed packing, the coordination number is equal to 2. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓരോ പാർട്ടിക്കിൾസ് വി സേ ദാറ്റ് ഇങ്ങനെയായിരിക്കും ഓരോ പാർട്ടിക്കിൾസും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അത്രയും മിനിമം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും, ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പേസ് എന്താണ്? വേക്കൻ്റ് മിനിമം സ്പേസ്, വേക്കൻറ്റ് സ്പേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇവരുടെ ഒരു മോളിക്യുലാർ ഒരു ആറ്റമിൻ്റെ കോർഡിനേഷൻ നമ്പർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന എത്ര പാർട്ടിക്കിൾസ് എന്ന് വെച്ചിട്ടാണ്. അപ്പം ഹിയർ ദ അഡ്ജസൻ്റ് പാർട്ടിക്കിൾസ് ആർ 2. ഒരു ആറ്റംസിൻ്റെ രണ്ട് സൈഡിലും 2, 1 and 1, അപ്പോൾ എന്താണ് 2 ആണ് വരിക. സോ 1 dimension ക്ലോസ് പാക്കിങ്ങിൽ ഇത് കോർഡിനേഷൻ നമ്പർ എത്രയായിട്ട് വരും? കോർഡിനേഷൻ നമ്പർ വിൽ ബി ഈക്വൽ ടു 2. ഇനി അടുത്തതാണ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension. 2 dimensionൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ it is packed in a row of closed packed spheres or is stacked to obtain new dimensional pattern. അതായത് അവരുടെ പാറ്റേൺ എന്താണ്? 2 dimension ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും? ജസ്റ്റ് ഇങ്ങനെ ക്ലോസ്ലി പാക്ഡ്, അത് താഴോട്ടായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. അപ്പം ഈ ഒരു ഷേപ്പിനെയാണ് നമ്മളെന്ത് പറയുക? 2 dimension. ഇറ്റ് ഈസ് 2 dimension. യു ക്യാൻ ജസ്റ്റ് സീ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലൈക്ക് ദിസ്. സോ ഇതെന്താണ്? ഒരു റോ ഉണ്ടാവും. ആ കുറേ റോസ് അറേഞ്ച് ചെയ്ത് വെച്ച് ആൻഡ് റോ ഓഫ് ക്ലോസ്ഡ് പാക്കിംഗ് സ്പിയേഴ്സ് സ്റ്റാക്ക് ടു ഒബ്റ്റെയിൻ എന്താണ്? 2 dimensional പാറ്റേൺ. നെക്സ്റ്റ് ടോപ്പിക്കാണ് പാക്കിംഗ് എഫിഷ്യൻസി. സോളിഡ് സ്റ്റേറ്റിലെ ഫൈനൽ ടോപ്പിക്കാണ് പാക്കിംഗ് എഫിഷ്യൻസി. വാട്ട് ഡു യു മീൻ ബൈ പാക്കിംഗ് എഫിഷ്യൻസി? Packing efficiency is the percentage of total space filled by the particles. അതായത് നമ്മൾ പറഞ്ഞു സോളിഡ്സിൽ എന്താണ്? പാർട്ടിക്കിൾസ് അത്രയും എന്താണ് ഓർഡേർഡ് ആയിട്ട് അവരുടെ മിനിമം വേക്കൻറ്റ് സ്പേസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മിനിമം വേക്കൻറ്റ് സ്പേസ് അല്ലെങ്കിൽ എന്താണ് പാർട്ടിക്കിൾസ് എത്രത്തോളം ഫില്ലായി എന്നതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടോട്ടൽ സ്പേസ് അത്ര പെർസെൻറ്റേജ് ഫില്ലായി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? പാക്കിംഗ് എഫിഷ്യൻസി. ഓക്കെ, സോ we can check packing efficiency
packing efficiency in HCP and CCP structure. So what is HCP and CCP structure? HCP എന്ന് പറയുമ്പോൾ hexagonal close packing and CCP എന്ന് പറയുമ്പോൾ cubic close packing. So hexagonal close packing and cubic close packing has the same packaging efficiency. So our hexagonal close packing cubic close packing എന്താണ് ഒരേ പാക്കിംഗ് എഫിഷ്യൻസി, അതായത് അവരുടെ പാർട്ടിക്കിൾസ് ഫില്ല് ചെയ്ത സ്പേസ് എന്താണ് ഒരേതാണ്. ദർ efficiency is the percentage of total space filled by particles, and HCP and CCP will have the same packing efficiency. So this is just diagram for you to understand. Okay, now types of point defects. Point defects can be classified into 3 types. The 3 types of point defects are the first one is stoichiometric defect. So what is actually stoichiometric defect? എന്താണ് stoichiometric? എന്താണ് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് stoichiometric defect എന്ന് പറയുമ്പോൾ? സ്റ്റോഷിയോമെട്രിക് എന്ന് പറയുമ്പോൾ അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, പിന്നെന്താണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസും നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളുടെയും റേഷ്യോവും അവരുടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്താണ് ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ, അതായത് ഈ ഒരു സോളിഡിനുള്ളിലുള്ള പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസും നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസും അല്ലെങ്കിൽ അവർ തമ്മിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയും ഒന്നും ഡിസ്റ്റർബ് ചെയ്യൂല. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻട്രിൻസിക് ഓർ തെർമോഡൈനാമിക് ഇഫക്റ്റ്. വൈ ഇറ്റ് ഈസ് കോൾഡ് ഇൻട്രിൻസിക് ഓർ തെർമോഡൈനാമിക് ഇഫക്റ്റ്? അത് വിളിക്കാനുള്ള കാരണം എന്താണ്, അവരുടെ റേഷ്യോ എന്താണ് ഒരിക്കലും എന്താണ് ഇറ്റ്സ് നോട്ട് ഡിസ്റ്റർബ്ഡ്. ദിസ് റേഷ്യോ ഓഫ് പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺ of a solid is not disturbed. That is called stoichiometric defect. Stoichiometric defect exams in ചോദിക്കലുണ്ട്, so make a note of it. Okay, അടുത്തതാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്? സോ ഇൻ അയോണിക് സോളിഡ്സ് ജനറലി അവർക്ക് എന്താണ് സ്മോളർ അയൺസ് ഉണ്ടാവും. ഈ സ്മോളർ അയൺസ് എന്താവും ആ സ്ഥലത്ത് എന്താണ് മൂവ് ഔട്ടേക്ക് പോകും. അതായത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പാക്ഡ് വെരി ടൈറ്റ്ലി സ്മോളർ അയൺസ് ഉണ്ടാവും, അത് മൂവ് ആയി പോകും. ആൻഡ് അതിലുള്ള ബാക്കിയുള്ള ഇൻ്റർമോളിക്കുലർ സ്പേസസിൽ എന്താവും ഈ സ്മോളർ അയൺസ് കൊണ്ടുപോയിട്ട് ആ സ്ഥലം ഒക്യുപ്പൈ ചെയ്യും. ആൻഡ് ഇൻ ദിസ് കേസ് ഒരു വേക്കൻസി ഡിഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയിട്ട് എന്താ ഒക്യുപ്പൈ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു എന്താണ് വേക്കൻസി ഡിഫക്റ്റ് ആണുള്ളത്. ആൻഡ് അതായത് ഒറിജിനൽ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്കല്ലേ അവർ മാറിയത്. അപ്പോൾ അവർക്ക് എന്താണ് ഒരു വേക്കൻസി ഡിഫക്റ്റ് ആണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഡിഫക്റ്റ് എന്തായി ഒരു വേക്കൻസി ആയി. ആൻഡ് ദിസ് ഡിഫക്റ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് അറ്റ് എ ന്യൂ പൊസിഷൻ. ആൻഡ് ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ഈസ് എക്സ്പീരിയൻസ് എ ന്യൂ പൊസിഷൻ. ഇതിനെയാണ് നമ്മളെന്ത് പറയുക ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയാം. സോ വാട്ട് ഈസ് ഫ്രെങ്കൽ ഡിഫക്റ്റ്? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്ക് എന്താണ്. അതായത് ഒരു സോളിഡിൽ സ്മോളർ അയൺസ് എന്താവും എന്താണ് ഇറ്റ് മൂവ്സ് ഔട്ട് ഫ്രം പ്ലേസ് ആൻഡ് ഒക്യുപ്പൈസ് വേർ ഇൻ്റർമോളിക്കുലർ സ്പേസ്. ഒരു ഇൻ്റർമോളിക്കുലർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒക്യുപ്പൈ ചെയ്യും. അപ്പം എന്തായി അവിടെ ഒരു വേക്കൻസി ഡിഫക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്തായി ഒരു ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്തപ്പോൾ അവർക്ക് എന്താണ് ഒരു വേക്കൻസി ഡിഫക്റ്റ് ചെയ്ത് പെട്ടു. അപ്പോൾ അവിടെ ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ഉണ്ടാവും. ആ ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് നമ്മളെന്ത് പറയുക ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ ദ ലാസ്റ്റ് ഡിഫക്റ്റ് ഈസ് ഷോർട്ട് കീ ഡിഫക്റ്റ്. വാട്ട് ഈസ് ഷോർട്ട് കീ ഡിഫക്റ്റ്? ദിസ് കൈൻഡ് ഓഫ് വേക്കൻസി ഡിഫക്റ്റ് ഇസ് ഫൗണ്ട് ഇൻ അയണിക് സോളിഡ്സ്. ഇവർ കാണപ്പെടൽ അയണിക് സോളിഡ്സിലാണ്. ഓക്കെ, അതെന്താ അയണിക് സോളിഡ്സിൽ മാത്രം കാണപ്പെടുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ അയണിക് സോളിഡ്സിൽ അതായത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ഒരു കോമ്പൗണ്ടിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി നമ്മൾ എന്താണ് ബാലൻസ് ചെയ്യണം. അതായത് അവർക്ക് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് അതിൽ നിന്ന് മിസ്സിങ് ആണെങ്കിൽ അതിന് നമ്മൾ എന്താണ് ബാലൻസ് ചെയ്യണം. ആൻഡ് ഈ ബാലൻസ് ചെയ്യുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദ ആ സബ്സ്റ്റൻസിന് എന്താവും ഡെൻസിറ്റി റെഡ്യൂസ് ചെയ്യപ്പെടും. ആൻഡ് ഇൻ ദിസ് സൈസ് ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ഈസ് ഓൾമോസ്റ്റ് സെയിം. ആനയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും സൈസ് എന്താണ് ചെറുതാണ്. ഓക്കെ, അപ്പം ഈ ഡെൻസിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് ആനയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും സൈസ് സെയിം ആവുന്നത്. ആൻഡ് ഇവരുടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ കോമ്പൗണ്ട്, സോ an equal number of anions and cations will be missing from the compound. സോ ഈ ഒരു വേക്കൻസി ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക
ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയാം. ഇത് എന്തിലാണ് കാണപ്പെടുക? അയോണിക് സോൾട്ടിലാണ്. സോ they can ask you for your entrance exam, where is short key defect seen? So it is seen in ionic solids. So ഇതാണ് നമ്മളെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഐ ഹാവ് ഡിസ്കസ്ഡ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓർ ഓൾ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദ ചാപ്റ്റർ. സോ എല്ലാവരും നല്ലോണം പഠിക്കുക ആൻഡ് മേക്ക് എ നോട്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ് വിച്ച് മേക്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെൻ ടീച്ചർ ഈസ് ടീച്ചിങ് യു ദേ വിൽ ടെൽ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ റദർ ദാൻ ആ ഒരു ലെക്ചർ നോട്ട് അതേപോലെ കോപ്പി ചെയ്യാതെ യു ക്യാൻ ഓൾസോ മേക്ക് യുവർ ഓൺ പോയിൻറ്റ്സ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യുവർ എക്സാംസ് ഓൾസോ. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കുക. എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതുന്നവർ നല്ലോണം തന്നെ ക്രാക്ക് ചെയ്യുക ആൻഡ് മേക്ക് എ ഗുഡ് ഹാബിറ്റ് ഓഫ് സ്റ്റഡീസ്. So till then, bye bye.